ഹായ്, ഗുഡ് മോർണിംഗ് ഫാമിലി. എല്ലാവർക്കും എൻ്റെ ഒരു ചെറിയ ദിവസത്തിലേക്ക് സ്വാഗതം. രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയാണ്. രാവിലെ ഇന്ന് ദോശയും കടലക്കറിയായിരുന്നു. ഞാൻ കടലയെല്ലാം കുക്കറിലിട്ട് വെച്ചു. തൊട്ടപ്പുറത്ത് ദോശ ചൂടാനുള്ള പരിപാടി. ദോശ ചുട്ടുകൊണ്ടേക്ക് നിൽക്കുമായിരുന്നു. കടല വെന്തപ്പോഴത്തേക്ക് അടുപ്പിൽ തന്നെ ഞാൻ കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ച്, ഞാൻ കട്ടൻ ചായ ഇങ്ങനെയായിരുന്നേ, ഒരു പാത്രത്തിൽ തേയില പഞ്ചാരയിട്ട് ചൂടുവെള്ളം ഒഴിച്ച് അങ്ങനെയാണ് കട്ടൻ ചായ എടുക്കണേ. അത് കഴിഞ്ഞ് മോക്കുള്ള പാല് വെച്ചു, കടലക്കറിയുടെ ബാക്കി പരിപാടിയെല്ലാം ചെയ്തു. പിന്നെ എനിക്ക് പുറത്ത് കുറച്ച് കൃഷിപ്പണി ഉണ്ടായിരുന്നു. എൻ്റെ കൃഷി ചെയ്യുമ്പോഴുള്ള കൂട്ടും സഹായിയും എല്ലാം മോളാണ് കേട്ടോ. ആളുടെ ഒരു കുഞ്ഞു മൺവെട്ടിയും കൊണ്ട് ഇറങ്ങി. അവളെ കൊണ്ടാവുന്ന രീതിയിൽ കുറേ സഹായമൊക്കെ ചെയ്തു തരും. ഞാൻ തലേദിവസം രാത്രി കപ്പയ്ക്കൊക്കെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ മരച്ചീനി എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ മുകളിൽ കുറച്ച് കല്ലുപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു. പിന്നെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ തക്കാളി തൈയെല്ലാം ഒടിഞ്ഞ് ചാഞ്ഞൊക്കെ പോയി. അപ്പോൾ അതിനെല്ലാം കമ്പ് കൊടുത്തു. ബാക്കിയുള്ളതിൽ പിന്നെ മണ്ണ് എല്ലാം മണ്ണെല്ലാം നീക്കി കൂട്ടിയിടേണ്ടിയുണ്ടായിരുന്നു. ചെറിയ ചെറിയ കൃഷിപ്പണിയായിരുന്നു രാവിലെ. പിന്നെ കുറച്ച് അവിടെയൊക്കെ അടിച്ചാരം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ മുളകിൻ്റെ തൈയും തക്കാളി തൈയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ തൈയായിട്ട് അവിടെ നിൽക്കുന്നത് കുറച്ച് കടുകായിരുന്നു. മോൾ കടുക് കളിക്കാൻ എടുത്തു. അതിൻ്റെ ബാക്കി ഞാൻ എടുത്ത് അവിടെ ഇട്ടു. അത് മുളച്ച് വന്നു. അപ്പോൾ അവിടെയെല്ലാം തൂത്ത് കുഞ്ഞു കുഞ്ഞു പുല്ലൊക്കെ നിന്നത് പുഴുത് കളഞ്ഞ് തൂത്തെടുക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആളും വന്നിട്ട് എനിക്കും തൂക്കണമെന്നും പറഞ്ഞുകൊണ്ട് വന്നു. ആളും തൂക്കാൻ കയറി. ഇങ്ങനെയുള്ള ജോലികളൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിച്ചെന്ന് പറഞ്ഞ് കുറച്ച് സമയം നമുക്ക് മെനക്കെടാവുന്നേ ഉള്ളൂ. പക്ഷേ നല്ലതായിട്ടോ, ഞാൻ ചെയ്യിക്കാറുണ്ട്. പിന്നെ ആൾ പോയി. അതിനുശേഷം ഞാൻ വന്ന് മൺവെട്ടിയൊക്കെ കഴുകിക്കാൻ കൊണ്ടുപോയി. ആളുടെ മൺവെട്ടി വെച്ച് ഞാൻ അതിൻ്റെ മൂടെല്ലാം ഒന്ന് ഇളക്കി പിന്നെ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും മോളും കൂടെ തുണി വിരിക്കാനായിട്ട് പോയി. അപ്പോൾ ഞങ്ങളുടെ മിന്നു അവിടെ കിടന്ന് ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് എൻ്റെ അടുത്ത് വരും. പിന്നെ മോള് ശംഖുപുഷ്പത്തിൻ്റെ പൂവ് പറിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അത് മീനുവിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവളും പിന്നെ മീനും കുറച്ച് നേരം കളിച്ചു. ഇതെൻ്റെ ചീരയാട്ടോ. അത് കഴിഞ്ഞ് മീനും ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കൂടെ വരുക. എപ്പോഴും അങ്ങനെ കൂടെ വന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഞങ്ങൾ കൂടെ സ്റ്റെപ്പ് ഇറങ്ങിയൊക്കെ വരും. ആളിനെ രാത്രി മാത്രമേ കൂട്ടിയിടൂ. ബാക്കി ഫുൾ ടൈം ഇങ്ങനെ തുറന്നു വിട്ടേക്കും. അത് കഴിഞ്ഞ് ഇത് പിന്നെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. നെത്തോലിയായിരുന്നു. അപ്പോൾ അത് മോള് വൃത്തിയാക്കുന്നുണ്ട്. അതൊക്കെ അറിയാം. മീനൊക്കെ വൃത്തിയാക്കി ആ സമയം കൊണ്ട് കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാമ്പഴ പായസം ഉണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നു. ഉച്ചക്കലത്തേക്ക് മാമ്പഴ പായസം കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ചധികം മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. എപ്പോഴും പൂളത്തൊന്നും ജ്യൂസ് അടിച്ച് കുടിച്ചു വേണ്ടെന്നായി. അപ്പോൾ വിചാരിച്ചു വെറൈറ്റിക്ക് മാമ്പഴ പായസം ഉണ്ടാക്കാമെന്ന്. അങ്ങനെ മാമ്പഴ പായസം ഉണ്ടാക്കി. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയൂണും കഴിച്ചു. താങ്ക് യു ഓൾ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.